നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. വാലന്റൈൻസ് വീക്കിലെ രണ്ടാമത്തെ ദിവസമായിട്ടുള്ള പ്രപ്പോസ് ഡേ ആണിന്ന്. അപ്പോൾ ഈ ദിവസം നമുക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രപ്പോസ് ഡേ കാർഡ് തയ്യാറാക്കിയാലോ? ക്യൂട്ടും സിമ്പിളുമായിട്ടുള്ള ഈ കാർഡ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്ന് അറിയാനായിട്ട് വീഡിയോ കാണാം. ഗിൽറ്റുള്ള ഫോം ഷീറ്റ്, ചാർട്ട് പേപ്പർ, കളർ പേപ്പർ, കത്രിക, പശ, ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ്, സ്കെയിൽ എന്നിവയാണ് നമുക്കിത് തയ്യാറാക്കാനായിട്ട് വേണ്ടത്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം പേപ്പർ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷർമെൻറ്റിൽ എടുക്കാവുന്നതാണ്. ഇതിൽ നമുക്ക് 2 ലൈൻ നടുക്കായിട്ട് വരച്ചു കൊടുക്കണം. നമ്മളൊരു ലെറ്റർ കവറാണ് ആദ്യം തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ചെറിയൊരു ലെറ്റർ കവറാണ് തയ്യാറാക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡും വരച്ചെടുക്കണം. ഇതുപോലെ തന്നെ അടുത്ത സൈഡ് നമുക്ക് വരച്ചെടുക്കാം. ഇനി ഇത് കത്രിക ഉപയോഗിച്ച് നന്നായിട്ട് മുറിച്ചെടുക്കണം. മുറിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നുണ്ടാവുക. ഇനി ഈ കവറിൻ്റെ തുറക്കുന്ന ഭാഗം നമുക്ക് ഇതുപോലെ വരച്ച് വെട്ടിയെടുക്കണം. ഇവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ എക്സ്ട്രാ അറ്റത്തേക്ക് നീണ്ടു നിൽക്കുന്ന 2 ഭാഗങ്ങളും ഇതുപോലെ ഉള്ളിലേക്ക് മടക്കുക. അതിനുശേഷം താഴത്തെ ഭാഗം ഇങ്ങനെ മുകളിലേക്ക് ആക്കാം. അതിനുശേഷം ഇതുപോലെ നമുക്ക് അടച്ചു കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും തയ്യാറാക്കാം. ഞാനിവിടെ ഒരു പച്ച നിറത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പശ വെച്ച് ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ലെറ്റർ കവർ പോലെ കിട്ടും. അടുത്തതായിട്ട് ഒരു ഗിൽറ്റുള്ള ഫോം ഷീറ്റ് എടുക്കുക. ഇത് നമുക്ക് 2ആയിട്ട് മടക്കണം. അതിനുശേഷം ഇതിലൊരു ലവ് സിമ്പൽ ആകൃതിയിൽ വെട്ടിയെടുക്കാം. ഇവിടെ വെട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ലെറ്റർ കവറിൻ്റെ പുറത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. പശ വെച്ച് അതും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഒരു കറുത്ത കളർ പേപ്പർ വെട്ടിയെടുക്കുക. ഇതുപോലെ ചെറിയ അളവിൽ മതി. അതിനുശേഷം ഈ ലെറ്റർ കവർ നടുക്ക് വെച്ചതിന് ശേഷം 2 സൈഡും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കുക. നന്നായി മടക്കിയതിന് ശേഷം അത് തുറന്ന് ഒരു സൈഡ് ഇതുപോലെ വീണ്ടും പുറത്തേക്ക് മടക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് അടുത്ത സൈഡും അതുപോലെ തന്നെ മടക്കി കൊടുക്കാം. ഇത് തുറക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടേണ്ടത്. അപ്പോൾ 2 സൈഡും നമുക്ക് തുറക്കുമ്പോൾ ഈ ഒരു പാകത്തിന് കിട്ടും. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവിന് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നടുക്ക് ഈ ലെറ്റർ കവർ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് ഗിൽറ്റുള്ള ഫോം ഷീറ്റ് ഉപയോഗിച്ച് ഇതുപോലെ ഒരു വലിയ ലവ് സിമ്പൽ വെട്ടിയെടുക്കാം. അതിനുശേഷം ഇതിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിന് മുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലവ് സിമ്പലിൻ്റെ നടുക്ക് ഭാഗം വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ പശ വെച്ച് അത് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് തുറക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. അടയ്ക്കുമ്പോൾ ഒരു ലവ് സിമ്പലിൻ്റെ ഷേപ്പുമായിരിക്കും. ഇനി ഒരു കറുത്ത പേപ്പർ എടുത്ത് ഒരു കോണിൽ നിന്ന് അടുത്ത കോണിലേക്ക് മടക്കിയെടുക്കുക. നമുക്കൊരു ചെറിയ സ്റ്റിക്ക് പോലെ വേണം. അപ്പോൾ ഇവിടെ തയ്യാറായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തായിട്ട് പശ വെച്ചിട്ട് ലെറ്റേഴ്സ് എഴുതി കൊടുക്കാം. അപ്പോൾ ഒരു സൈഡിൽ I എന്നും അടുത്ത സൈഡിൽ U എന്നുമാണ് എഴുതി കൊടുക്കുന്നത്. ഇതിന് മുകളിലായിട്ട് അല്പം ഗിൽറ്റും ഇട്ട് കൊടുക്കാം. 2 സൈഡിലും ഇട്ട് കഴിയുമ്പോഴേക്കും നമുക്കത് ഇതുപോലെയാണ് കിട്ടുന്നുണ്ടാവുക. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പേപ്പർ റോൾ കൊണ്ടുള്ള സ്റ്റിക്ക് ഇതിന് പുറകിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഗിൽറ്റുള്ള ഒരു ഫോം ഷീറ്റ് എടുത്ത് ഇതുപോലെ ചെറുതായി മുറിച്ച് ഇങ്ങനെ മടക്കി ഒട്ടിക്കാം. വളരെ ഈസി ആയിട്ട് ഒരു പ്രപ്പോസ് ഡേ കാർഡ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതിനകത്തായിട്ട് നമുക്കൊരു റിങ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ റിങ് നമ്മൾ ഇതിനകത്തുള്ള ചെറിയ ഒരു ലെറ്റർ കവറിലാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രപ്പോസ് കാർഡിനുള്ളിൽ നമുക്കിതുപോലെ സർപ്രൈസ് ആയിട്ട് ഒരു റിങ് വരെ വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഇതുപോലെ ഒരു കാർഡ് തയ്യാറാക്കിയാൽ മതി. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു കാർഡ് ഗിഫ്റ്റായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ഷോപ്പിൽ പോയി ഇത്തരത്തിലുള്ള കാർഡുകളൊക്കെ വാങ്ങുന്നതിലും നല്ലത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി ഒരാൾക്ക് കൊടുക്കുക തന്നെയാണ്, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. വളരെ എളുപ്പത്തിന് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.